എന്തിന് നീ കല്യാണം കഴിക്കുന്ന? ശരി, പിള്ളേർ നമ്മളോട് കോമഡിയാക്കുക. കല്യാണം കഴിഞ്ഞിനാ. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമ്മളെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് CM മടവൂരാണ്. CM മടവൂർ വലിയുള്ളാൻ്റെ തറവാടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ധാരാളം പ്രത്യേകതയുള്ള ഒരു വലിയൊരു മഹാൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ധാരാളം കഥകളുണ്ട്. മഹാൻ്റെ ധാരാളം കഥകളുണ്ട്. ഔലിയാക്കളുടെ സ്ഥാനത്തിൽ ഉള്ള ഒരാളാണ് CM മടവൂർ വലിയുള്ള എന്ന് പറയുന്ന. അവരെ മക്കാമിലേക്ക് സിയാറത്ത് ചെയ്ത്, പിന്നെ വെള്ളിയാഴ്ചയാണ്, ജുമാ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ ധാരാളം പ്രത്യേകതയുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞാനൊക്കെ ഉള്ളത്. അപ്പോൾ ചൂടാണ്, ഇപ്പോൾ ഭയങ്കര ചൂടാണ്. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോസിന് ഞാൻ വിചാരിച്ചത്ര വ്യൂസും സബ്സ്ക്രൈബും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളോട് പറയാൻ. ഇപ്പോൾ നിങ്ങളെ സപ്പോർട്ട് 500 സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞിരിക്കുന്നു. പിന്നെ മുന്നോട്ടേക്ക് നിങ്ങളെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ സഹകരണം വേണം നമുക്ക്. നിങ്ങളുടെ സഹകരണമാണ് നമുക്ക് വിജയം. നിങ്ങൾ തരുന്ന ഊർജ്ജമാണ് നമുക്ക് ഇതിന് മുന്നിലോട്ടേക്ക് വ്ളോഗ് ചെയ്യാനും, പല മഹാന്മാരുടെ വീഡിയോസ്, പല മഹാന്മാരുടെ ദർജയിലേക്ക്, ആ മഹാന്മാർ പോയ സ്ഥലത്ത് പിന്നെ മഹാന്മാർ അവിടെ അന്തിവർഗം നമസ്സമം കൊള്ളുന്ന മണ്ണിലേക്ക് പോകാനും സ്ഥലത്തേക്ക് പോകാനെല്ലാം നമുക്ക് പറ്റുന്നുള്ളത്.
അപ്പോൾ സി എം മടവൂർ വലിയുള്ളാൻ്റെ ഞാൻ ഇപ്പോൾ മക്കാമിലാണ് ഇപ്പോൾ ഉള്ളത്, അവരെ തറവാട്ടിലാണ് ഉള്ളത്. അപ്പോൾ ജനിച്ച് വളർന്നത് അവിടുത്തെ ആടെ തറവാട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇപ്പോൾ അങ്ങനെ പറയാനുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ്, പുണ്യമായ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ പിന്നെ മഹാനമർ കലിമത്തിരുന്ന സ്ഥലമുണ്ട് വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത്. വയനാട്ടിൽ നിന്ന് കുറച്ച് മലമുകളിൽ കുറച്ച് സ്ഥലത്ത് നിൽക്കുമ്പോൾ അവർ എത്രയോ വർഷങ്ങൾ കലിമത്തിരുന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടത്തേക്ക് മരിച്ചാൽ അവിടത്തേക്ക് പോകണമെന്നുണ്ട്, വയനാട്ടിലേക്ക് പോകണമെന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഇവിടത്തേക്ക് ഞാനിപ്പോൾ ഇങ്ങനെ എത്തി. അപ്പോൾ മമ്പറം പോയി, മമ്പറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് മമ്പറം സിയാറത്ത് ചെയ്ത് അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളെല്ലാം കുറച്ച് പഠിച്ച്, പിന്നെ മമ്പറത്തിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം യൂട്യൂബ് ചാനലിൽ വരുന്നതാണ്. ഞാൻ ഇവിടെ മടവൂർ എന്ന് പറയുന്നത് ധാരാളം വന്നിട്ടുണ്ട്. അതായത് ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. യൂട്യൂബ് ചാനലിൽ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്, വ്ളോഗും ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ മടവൂർ വന്നിട്ടുള്ള ഷോർട്ട് വീഡിയോസും മറ്റേ ചെറിയ ക്ലിപ്പും കാര്യങ്ങളെല്ലാം ആയിട്ട് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് സ്വകാര്യമായിട്ടുള്ള ഒരു അർഹത ആയിട്ടുള്ള വ്യൂസും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ചരിത്രങ്ങൾ പറയാൻ കുറേ കാര്യങ്ങൾ ചരിത്രം പഠിച്ചിട്ട് പറയണം. പിന്നെ വ്യാഖ്യാനിച്ചിട്ട് പറയുന്ന പണ്ഡിതന്മാരോടത്ത് യോജിക്കുന്നില്ല. നമ്മ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ സി എം മടവൂർ വലിയുള്ളതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ കഥകളുണ്ട്. അതിനെ ഒരു ദിവസം കൊണ്ടൊന്നും ഒരു വീഡിയോസിലൊന്നും ഉൾപ്പെടുത്തിയിട്ട് ഒരു വ്ളോഗിലൊന്നും ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാൻ പറ്റാത്ത മഹത്വങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഇൻഷാ അല്ലാഹ് ചരിത്രങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അജ്മീർ അവിടെ പോയി, അവിടെ സിയാറത്ത് ചെയ്ത്, അതുതന്നെ ഹാജിമലങ്ക് പോയി, ഹാജി അലി പോയി, അങ്ങനെ കുറേ സ്ഥലത്ത് പോയി സിയാറത്തെല്ലാം ചെയ്ത് വന്ന് ഇപ്പോൾ നമ്മളെ കേരളത്തിലേക്കായിട്ടുള്ള ഇങ്ങനെ മഹാന്മാരുടെ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിലും കുറച്ച് മഹാന്മാരുകൾ ജീവിച്ചിരിക്കുന്ന മഹാന്മാരുണ്ട്, വഫാത്തായവരും. അങ്ങനെ കുറേ ആളുകൾ ഇപ്പോഴും കേരളത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് ഒരു ഒക്കമാക്കി കിട്ടിയിട്ടുള്ള ഒരു സൂചന. അപ്പോൾ ആ സൂചന അടിസ്ഥാനത്തിൽ നമ്മൾ തിരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. അതിപ്പോൾ ആ കാര്യത്തിൽ ഇൻഷാ അല്ലാഹ് അത് നമ്മളടുത്ത് കണ്ണുമുട്ടും, എത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ വിചാരിക്കുന്നു. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്, ഇപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് വെള്ളമില്ലാണ്ട് ഭയങ്കര വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വെള്ളമില്ലാണ്ട് വിഷമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ധാരാളം വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അപ്പോൾ ഫണ്ടില്ലാത്ത കാര്യം ഓൾറെഡി ഞാൻ യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ വീഡിയോസ് കണ്ടിട്ടായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ധാരാളം ഫണ്ട് വന്നിട്ടുണ്ടാവും, ഞാൻ ഭയങ്കര ട്രാവൽ ചെയ്യുന്ന എൻ്റെ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് എനിക്കെല്ലാവരും സഹായിക്കുന്നുണ്ടെന്നാണ് നിങ്ങളെ വിചാരം. എനിക്കാരും സഹായിക്കുന്നില്ല ഗൈസ്. ഞാൻ തന്നെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ തന്നെ പോകുന്നതാണ് സാറേ, സുഹൃത്തുക്കളെ. അപ്പോൾ വിചാരിക്കണ്ട ഇവർക്ക് ഈ യൂട്യൂബ് ചാനലിൽ ഈ ഗൂഗിൾ പേൻ്റെ സ്കാനറും കൊടുത്തിട്ട് അതിലേക്ക് ആൾക്കാർ പൈസ അയക്കുന്നുണ്ടാവും, എന്നിട്ടാണ് ഓന് ഈ നാട് എല്ലായിടത്തും ചുറ്റുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും എല്ലാവർക്കും. പല ആൾക്കാർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ആ പൈസ ഉപയോഗിച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ നാട് ചുറ്റുന്നതും ഈ കണ്ട എല്ലാ മഹാന്മാരുടെ അടുത്തും പോകുന്നുള്ളതും. എനിക്കതായിട്ടുള്ള ഉപയോഗിക്കുന്നുള്ള പൈസകളും കാശുകളും ഉപയോഗിച്ചിട്ടാണ് ഞാൻ എല്ലായിടത്തും യാത്ര നടത്താറുള്ളതും. ആ യാത്രാ വിവരണ ബ്ലോഗായിട്ടും ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറും. എല്ലാം അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും ഒരാൾ നോക്കിയിട്ട് എന്തോ അയച്ചെങ്കിൽ അത്ര ഹയർ, അത് പിന്നെ വലിയ നമ്മൾ തെറ്റ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ മാന്യമായിട്ട് രീതിയിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. മാത്രം ചോദിക്കുന്നുള്ള ആ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അവർക്ക് ഇഷ്ടമുള്ള കേൾക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ എനിക്കിപ്പോൾ ധാരാളം പശുവും കാശുകളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ഞാനിപ്പോൾ ഇതുവരെ യാത്ര ചെയ്തിട്ടുള്ളതും അള്ളാഹിൻ്റെ ഹൈർ ബർക്കത്ത് കൊണ്ടും മഹാന്മാരെ സ്നേഹിക്കുന്നത് കൊണ്ടും ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തെല്ലാം ഞാൻ എത്താറുണ്ട്.
പിന്നെ എനും ഞാൻ പോവും. ഞാൻ എല്ലാ നാട്ടിലേക്കും എല്ലാ സ്ഥലത്തുങ്ങളിലേക്കും എല്ലാ മഹാന്മാറുകൾ ആദരത്തിലേക്കും ഔലിയാക്കൾ ആദരത്തിലേക്കും ദർഗയിലേക്കും എല്ലാ സ്ഥലത്തേക്കും ഇനിയും പോകാനുണ്ട്. ധാരാളം സ്ഥലത്തേക്ക് ഇനിയും പോകാനുമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീർ, ഊട്ടി, അവിടെ എല്ലാം കുറേ മഹാന്മാർ ജീവിച്ചിട്ടുണ്ടായിരുന്നു, ജീവിച്ചിരിക്കുന്നുണ്ട് എന്നല്ല നമുക്കൊരു സൂചനകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങോട്ടേക്കെല്ലാം പോകാറുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഇപ്പോൾ ചില ആൾക്കാർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മളെ ബ്ലോഗ് കാണുന്ന ആൾക്കാർക്ക് ഇവർ കാശ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നല്ല. നമുക്ക് കാശൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞെങ്കിൽ നമുക്കിപ്പോൾ 500 സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 1K ആണോ 1000 സബ്സ്ക്രൈബ് ആണോ, പിന്നെ മുന്നിലോട്ടേക്ക് സബ്സ്ക്രൈബ് കൂടിക്കൊണ്ട് അങ്ങനെ 1 മില്യനും കാര്യങ്ങളെല്ലാം എത്തിക്കണം. അപ്പോൾ അങ്ങനത്തെ ചെറിയ സന്തോഷ വാർത്തയാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ അറിയിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ ഉള്ളത് സിയാമടൂർ വലിയുള്ളതിൻ്റെ അടുത്താണ്. അപ്പോൾ ആ ഒരു തറവാട്ടിലാണ് ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. ഉള്ളിലീസ വീഡിയോസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല. അവരെ വസ്ത്രങ്ങളുണ്ട്, പിന്നെ മൊയിലും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ പറ്റിയിട്ടില്ല. എടുക്കാനുള്ള പെർമിഷൻ ഇല്ല, എടുത്തിട്ടില്ല, ഇതുവരെ ആർക്കും കാണിച്ചിട്ടില്ല. നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനൽ എല്ലാവരും മുടങ്ങാണ്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.